ഹല്ലേലൂയ. ജോഷുവ 24:15 പറയുന്നു, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മളിനി കുറച്ച് ദിവസങ്ങൾ നമ്മുടെ കുടുംബത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ജോഷുവയുടെ കാലഘട്ടത്തിലെ പല കുടുംബങ്ങളും കർത്താവിനെ ഉപേക്ഷിക്കുന്നത് കണ്ടപ്പോൾ ആ ജനത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് കർത്താവിനെ സേവിക്കുന്ന ജോഷുവ പ്രഖ്യാപിക്കുകയാണ്, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. അത് ഏറ്റെടുത്ത ജനം പറയുന്നു, ഞങ്ങൾ കർത്താവിനെ ഉപേക്ഷിച്ചു, അന്യദേവന്മാരെ അനുഗമിക്കാതിരിക്കട്ടെ എന്ന്. ഈ കാലഘട്ടത്തിൽ ഇത് കേൾക്കുന്ന, കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിനെ ആരാധിക്കുന്ന എല്ലാ ദൈവമക്കളും കുടുംബത്തോട് ചേർന്ന് പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യമാണ്. വാക്കുകൊണ്ടല്ല, ജീവിതം കൊണ്ട് നമ്മളെ കണ്ടുകൊണ്ട് അനേകര്, ഹൃദയം തകർന്നവര്, കുടുംബ ബന്ധങ്ങൾ തകർന്നിരിക്കുന്നവര് കർത്താവിൻ്റെ പിന്നാലെ പോകാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു കുടുംബത്തിന് 4 തലങ്ങളുണ്ട്. സ്വർഗം സ്ഥാപിച്ച കുടുംബം, ക്രൈസ്തവ കുടുംബത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കിയ കുടുംബത്തിന് 4 തലങ്ങളാണ്. ആ 4 തലങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ഒന്നാമത്തെ തലം ഭാര്യ-ഭർത്ത ബന്ധം. 2 മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം. 3 സാഹോദര്യ ബന്ധം. 4 2 കുടുംബങ്ങൾ ചേർന്ന ബന്ധം. ഈ 4 തലങ്ങളും കൂടെ ചേർന്നതാണ് ഒരു കുടുംബം. ഭാര്യയും ഭർത്താവും മക്കളും അടങ്ങുന്ന ഒരു കുടുംബമല്ല സ്വർഗീയ കുടുംബം. ഈ 4 തലങ്ങളും ചേർന്ന കുടുംബമാണ് സ്വർഗീയ കുടുംബം എന്ന് വിശേഷിപ്പിക്കാം. ഈ 4 തലങ്ങളെയും ചേർത്തിണക്കി കൊണ്ടുപോകുന്ന 2 വ്യക്തികളാണ് ഭാര്യയും ഭർത്താവും. ഒരുപാട് വില കൊടുക്കേണ്ടി വരും ഈ 2 തലങ്ങളെയും ചേർത്തിണക്കി കൊണ്ടുപോകാനായിട്ട്. ഇത് കേട്ട, കുടുംബത്തെക്കുറിച്ചുള്ള പ്രബോധനം കേട്ട അപ്പോസ്തലനായ പത്രോസ് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഭാര്യ-ഭർത്ത ബന്ധം ഇത്തരത്തിലാണെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതല്ലേ ഭേദം. വാക്കുകൾ ശ്രദ്ധിക്കണം. അപ്പോസ്തലന്മാർ പറയാണ്, ഭാര്യ-ഭർത്ത ബന്ധം ഇത്തരത്തിലാണെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതല്ലേ ഭേദം. അപ്പോൾ ഈശോ എന്താണ് പറഞ്ഞത്? കൃപ ലഭിച്ചവരല്ലാതെ ഈ ഉപദേശം ആരും സ്വീകരിക്കുകയില്ല. കുടുംബജീവിതം കൃപയാലാണ് കൊണ്ടുപോകുന്നത്. അതായത് കൃപയാൽ പരിപോഷിപ്പിക്കപ്പെടുന്നതാണ് കുടുംബ ബന്ധങ്ങൾ. എഫേസ്യർ 1:4 പറയുകയാണ്, സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരും ആയിരിക്കുവാൻ വേണ്ടി ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ക്രിസ്തുവിൽ അവിടുന്ന് നമ്മെ തിരഞ്ഞെടുത്തു. ക്രിസ്തുവിൽ ഭാര്യയും ഭർത്താവുമായി അവിടുന്ന് നമ്മെ തിരഞ്ഞെടുക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രമേ കഴിയത്തുള്ളൂ ഈ 4 തലങ്ങളെയും ചേർത്ത് കൊണ്ടുപോകാനായിട്ട്. അതാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നത്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. ഇത് വലിയ ഒരു രഹസ്യമാണ്. എഫേസ്യർ 5:31-32 പറയുന്ന വാക്യമാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ടിട്ട് ഭാര്യയോട് ചേരും. അതായത് ഒരു സ്ത്രീയും ഒരു പുരുഷനും, ഒരു യുവാവും ഒരു യുവതിയും ഒന്നിച്ചു ചേരുമ്പോൾ അവരുടെ മാതാപിതാക്കളെ വിടണം. വിട്ടാൽ മാത്രമേ ഈ 4 തലത്തിലേക്ക് ചേർത്തിണക്കാൻ പറ്റുകയുള്ളൂ. ഇന്ന് അനേക കുടുംബങ്ങൾ തകർന്നു പോകുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ഒരു പയ്യനെ കെട്ടിക്കുകയാണെങ്കിൽ മാതാപിതാക്കള് ചെറുക്കനെ വിട്ടുകൊടുക്കാൻ മനസ്സ് കാണിക്കുന്നില്ല. കയറിൽ കെട്ടി വലിക്കുന്നത് പോലെ ഒരു പെൺകുട്ടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മുടെ മകൻ്റെ ഭാര്യയായി കടന്നു വരുമ്പോൾ, അവളോടൊപ്പം ജീവിക്കാൻ അനുവദിക്കാതെ മാതാപിതാക്കള് അവനെ കയറിൽ കെട്ടി വലിക്കുന്നത് പോലെ പിന്നിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ചില പെൺകുട്ടികളെ മറ്റൊരു ഭവനത്തിലേക്ക് കല്യാണം കഴിച്ച് അയക്കുമ്പോഴും ഈ പെൺകുട്ടീനെ വീണ്ടും തന്നിലേക്ക് തന്നെ തിരിച്ച് പിടിക്കുന്ന മാതാപിതാക്കളെ കാണാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, പുരുഷൻ മാതാപിതാക്കളെ വിട്ട് സ്ത്രീയോട് ചേരുന്നത് പോലെ സ്ത്രീയും മാതാപിതാക്കളെ വിട്ട് പുരുഷനോടുകൂടി ചേരേണ്ടതായിട്ടുണ്ട്.
എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ചേർന്ന് വലിയ വില കൊടുത്ത് 4 തലങ്ങളെയും കോർത്തിണക്കി 4 തലങ്ങളെയും ഒന്നിച്ച് ചേർത്ത് സ്നേഹത്തിൽ പരിപോഷിപ്പിക്കപ്പെടേണ്ടതാണ് സ്വർഗം കാണുന്ന കുടുംബം എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, അത് പിശാച് സമ്മതിക്കുകയില്ല. ഈ ഭൂമിയിൽ ഒരു ചെറിയ ജീവിതം മാത്രമാണ് ഓരോ വ്യക്തികളുടെയും. ഈ ഒരു ചെറിയ ജീവിതത്തിൽ നമുക്ക് സ്നേഹിക്കാൻ കിട്ടുന്ന അവസരത്തിൽ സ്നേഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് ഒരർത്ഥവും ഇല്ലാതായിത്തീരുകയാണ്. മനുഷ്യൻ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനും വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഈ ഭൂമിയിൽ സ്നേഹമുള്ളൊരു മനുഷ്യന്റെ ഹൃദയത്തിൽ അടങ്ങാത്ത സന്തോഷവും ഒടുങ്ങാത്ത ആനന്ദവുമാണ്. എന്നാൽ സ്നേഹിക്കാൻ അനുവദിക്കത്തില്ല ആദ്യം മുതലേ പിശാച് എന്ന് പറയുന്നൊരു വ്യക്തി. കുടുംബത്തെ തകർക്കുക എന്നുള്ളതാണ് അവന്റെ ഏക ലക്ഷ്യം. ഈ രഹസ്യം നമ്മൾ മനസ്സിലാക്കണം. പൗലോസ്ലീഹ പറഞ്ഞതാണ്, ഇത് വലിയൊരു രഹസ്യമാണ്. കുടുംബജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യം വെളിപ്പെടുത്തി തരുന്നത് കർത്താവിൻ്റെ കൃപയാണ്. കർത്താവിൻ്റെ കൃപയിൽ മാത്രമേ കുടുംബജീവിതത്തിൻ്റെ രഹസ്യം വെളിപ്പെട്ട് കിട്ടത്തോളൂ. ഈ വെളിപ്പെട്ട് കിട്ടുന്ന രഹസ്യത്തെ പ്രാപിക്കുവാൻ വേണ്ടി വലിയ വില ഭാര്യയും ഭർത്താവും അടങ്ങുന്ന 2 വ്യക്തികൾ കൊടുക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. 4 തലങ്ങളെയും ചേർത്തിണക്കി കൊണ്ടുപോകുവാനുള്ള ദൈവത്തിൻ്റെ അനന്തമായ കൃപ ഒരു ഭാര്യയും ഭർത്താവും സ്വീകരിക്കുമ്പോൾ ചെന്ന് കയറിയ വീട് സ്വന്തം വീടായി തീരും. ചെന്ന് കയറിയ വീട്ടിലെ മാതാപിതാക്കൾ സ്വന്തം മാതാപിതാക്കളായി തീരും. കാരണം ഇതാ, സ്വർഗത്തിലെ കൃപയാലാണ് നമ്മൾ നയിക്കപ്പെടേണ്ടത്. എന്നാൽ കുടുംബജീവിതത്തിൻ്റെ ശത്രുവായ പിശാച് ഒരു കുടുംബത്തെയും സമാധാനത്തോടു കൂടി ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്നുള്ളതാണ് സത്യം. ഇതിനെ ശ്രദ്ധിച്ച് കേൾക്കണേ. ആദിയിൽ ഒരു വ്യക്തിയെയല്ല പിശാച് തകർത്തത്, ഒരു കുടുംബത്തെയാണ്. ഒരു കുടുംബത്തെ തകർത്തപ്പോൾ മനുഷ്യനിൽ ദൈവം കണ്ട സ്വപ്നത്തെയാണ് തകർത്തത്. അതായത് ആദവും ഔവായും അടങ്ങുന്ന ഒരു കുടുംബത്തിൻ്റെ മേലാണ് പിശാച് ആദ്യമായി കൈവച്ചത്. അതിനുശേഷം ചരിത്രം ഇങ്ങോട്ട് പരിശോധിച്ച് നോക്കിയാൽ, ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള കുടുംബങ്ങളുടെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ സകല കുടുംബങ്ങളെയും പിശാച് തകർത്തു. ഈ 4 തലങ്ങളെയും തിന്മയുടെ അരാജകത്തിന്റെ ശക്തി തകർത്തു. ഒന്ന്, ആദവും ഔവായും അടങ്ങുന്ന ഭാര്യ ഭർത്തൃ ബന്ധം ശിഥിലമാക്കി. പിന്നീട് സഹോദരങ്ങളടങ്ങുന്ന ആവേലും കായേലും എന്ന സാഗോപര്യ ബന്ധം തകർത്ത് തരിപ്പണമാക്കി. പിന്നീട് ചരിത്രം ഇങ്ങോട്ട് കടന്നു വരുമ്പോഴത്തേന് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ ശിഥിലമായി. പിന്നീട് ലാവാനും യാക്കോവും എന്നൊരു തരത്തിലേക്ക് വരുമ്പോൾ അമ്മായിയപ്പനും മരുമകനും തമ്മിലുള്ള ബന്ധം തകർന്നു. എന്ന് വെച്ചാൽ 2 കുടുംബങ്ങൾ ശിഥിലമായി. പിശാച് തുടക്കം മുതലേ തകർത്തത് കുടുംബമാണ്. ഒരു കുടുംബം തകർത്തു കഴിഞ്ഞാൽ വലിയൊരു തലമുറയെ തന്നെയാണ് തകർക്കാൻ എളുപ്പമായത്. എന്നാൽ ഈ രഹസ്യം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഭാര്യയും ഭർത്താവും മാതാപിതാക്കളെ വിട്ട് ഒന്നിച്ച് ചേർന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ കുടുംബത്തെ നമ്മൾ വീണ്ടെടുക്കണം. എവിടെയാണോ മനുഷ്യൻ പരാജയപ്പെട്ടത് അവിടെ വീണ്ടും ദൈവം തൻ്റെ പ്രവൃത്തി ആരംഭിക്കുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 6-8 വർഷങ്ങൾക്ക് മുമ്പ് ഈ കുടുംബത്തെക്കുറിച്ചോ കുടുംബ ബന്ധത്തെക്കുറിച്ചോ എനിക്കറിയില്ലായിരുന്നു. ശുശ്രൂഷകൾക്ക് യാത്ര ചെയ്യുമ്പോൾ, ശുശ്രൂഷ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഒരിക്കലും കുടുംബത്തിൻ്റെ ക്ലാസ് എടുത്തിട്ടില്ല. കാരണം കുടുംബം എന്താണെന്നോ കുടുംബജീവിതം എന്താണെന്നോ എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ ബോധപൂർവം അതിലൊന്നും പിന്മാറുമായിരുന്നു. വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞ അറിവ് വെച്ച് കുടുംബത്തിൻ്റെ ക്ലാസ് എടുക്കാറില്ലായിരുന്നു. കല്യാണത്തിന് ശേഷം ഒരു 7 വർഷങ്ങൾക്ക് മുമ്പ്, കല്യാണത്തിന് ശേഷം ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴെല്ലാം ഈ കുടുംബത്തെക്കുറിച്ചുള്ള ചിന്തകൾ, വചനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിലൂടെ തരാൻ തുടങ്ങി. ഞാൻ എൻ്റെ ഭാര്യയോട് പറയുകയായിരുന്നു, നീ എൻ്റെ വീട്ടുകാരെ എല്ലാവരെയും സ്വാധീനിക്കണം. കാരണം വർഷങ്ങളോളം അവർ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുമിച്ച് സ്നേഹിച്ച് ഒരുമിച്ച് ജീവിക്കുന്നവരാണ്. ഇനി നീയാണ് എൻ്റെ വീട്ടുകാരെയും കസിൻസിനെയും എൻ്റെ അമ്മേനെയും എല്ലാവരെയും സ്വാധീനിക്കേണ്ടത്. ഞാൻ നിൻ്റെ വീട്ടുകാരെയും നിൻ്റെ കസിൻസിനെയും സകലരെയും ഞാൻ സ്വാധീനിച്ചിരിക്കും. അതിനുശേഷം പ്രിയപ്പെട്ടവരെ, ഇന്ന് വരെ ഞങ്ങളോട്, ഞങ്ങളുടെ അകന്ന കസിൻസിനോ അടുത്ത കസിൻസിനോ ആരോടും ഒരു വിഷമവും ഇല്ല. എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് എൻ്റെ കസിൻസിന് വരെയും വലിയ ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് എൻ്റെ ഭാര്യ വീട്ടുകാരോടും എനിക്കൊരു ആത്മബന്ധം ഉള്ളത്. എന്ന് വെച്ചാൽ എൻ്റെ ഭാര്യ
എൻ്റെ ഭാര്യയുടെ മാതാപിതാക്കളെയും പ്രിയപ്പെട്ടവരെയും ഉറ്റവരെയും വിട്ട് എന്നോട് ചേർന്നതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ വീട്ടുകാരെയും എൻ്റെ മാതാവിനെയും മറ്റെല്ലാവരെയും വിട്ട് എൻ്റെ ഭാര്യയോട് ചേർന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നെടുത്ത ഒരു തീരുമാനമാണ് രണ്ട് കുടുംബത്തെയും ഒരുപോലെ ബാലൻസ് ചെയ്ത് സ്നേഹിച്ച് പരിപോഷിപ്പിച്ച് കൊണ്ടുപോകുക എന്നുള്ളത്. ഒരാൾ മാത്രം വിചാരിച്ചാൽ ഒരിക്കലും അത് നടക്കില്ല. രണ്ടുപേരും കൂടെ ഏകകണ്ഠമായി എടുക്കുന്ന ഒരു തീരുമാനത്തിലൂടെ മാത്രമേ ഒരു കുടുംബത്തെ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഏറ്റവും സുന്ദരമാണ് കുടുംബമെന്നും ഏറ്റവും സന്തോഷകരമാണ് കുടുംബജീവിതമെന്നും ഈ കഴിഞ്ഞ 8 വർഷം കൊണ്ട് ദൈവകൃപയാൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നാളിന് മുമ്പ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ, കുറേ നാളിന് മുമ്പേ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്ന്, ഇത്രയും സുന്ദരമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈശോ തന്നൊരു ചിന്ത ഇതാണ് പ്രിയപ്പെട്ടവരെ, കൃപ ലഭിച്ചവരല്ലാതെ ആരും ഈ ഉപദേശമോ ഇത് സ്വീകരിക്കുകയില്ല. കൃപയുടെ വെളിയിലായിരിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരല്ല, വചനം പ്രസംഗിക്കുന്നവരല്ല, കൗൺസിലിംഗ് ചെയ്യുന്നവരല്ല. കൃപ ലഭിച്ചവർ, ഞാൻ ഇങ്ങനെ പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ, പ്രാർത്ഥിക്കുന്നുവെങ്കിലും മകൻ്റെ ഭാര്യനെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ ഒരുപക്ഷെ ആ സ്ത്രീക്ക് കഴിഞ്ഞെന്ന് വരില്ല. മകൻ്റെ ഭാര്യനെ അകറ്റി നിർത്തുന്നവരായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, സാധാരണക്കാരായ മനുഷ്യരാണെങ്കിലും സ്വന്തം മകനെ മരുമകളോടുകൂടി ജീവിക്കാൻ ഒരു അമ്മ വിട്ടുകൊടുക്കുന്നെങ്കിൽ അസാധാരണമായ കൃപ ഈ കാലഘട്ടത്തിൽ ആ അമ്മയിലുണ്ട് എന്ന് തെളിയിക്കാം. സ്വന്തം മകളെ തൻ്റെ മരുമകൻ്റെ കൂടെ ജീവിക്കാൻ വിട്ടുകൊടുക്കുന്നുവെങ്കിൽ അസാധാരണമായ കൃപ ആ മാതാപിതാക്കൾക്കും ഉണ്ട് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഇത് വലിയൊരു രഹസ്യമാണ്. കൃപയില്ലാത്തത് കൊണ്ടാണ് പിടിച്ചു വലിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കൃപ നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അതുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ മധ്യത്തിലേക്ക് കൃപയാണ് നമുക്ക് ആവശ്യം. ഉൽപ്പത്തിയിൽ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ അപൂർവം ചില വ്യക്തികളിൽ മാത്രമാണ് കുടുംബത്തെ നിലനിർത്തുവാൻ വേണ്ടി വില കൊടുക്കേണ്ടി വന്നത്. വലിയ വില കൊടുക്കാതെ ആർക്കും കുടുംബജീവിതത്തെ സംരക്ഷിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. ബലിയാകാതെ ആർക്കും കുടുംബജീവിതത്തെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. അബ്രഹാം 15-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഉൽപ്പത്തി 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അബ്രഹാമിന് ഒരു ഉടമ്പടി ലഭിക്കുകയാണ്. അബ്രഹാം, നിന്റെ സന്തതിയിലൂടെയാണ് ലോകം അനുഗ്രഹം പ്രാപിക്കാൻ പോകുന്നത്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴത്തേന് പ്രിയപ്പെട്ടവരെ, സാറായുടെ വാക്ക് കേട്ടുകൊണ്ട് ദാസിയെ പ്രാപിക്കുകയാണ്. അവിടെ കുടുംബം ശിഥിലമായി. സ്വന്തം ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് പാപത്തിന്റെ വഴികളിലൂടെ അബ്രഹാം സഞ്ചരിക്കുകയാണ്. ആ സമയത്ത് ദൈവത്തിന്റെ പദ്ധതി അവിടെ ബ്ലോക്കാക്കപ്പെടുകയാണ്. എന്നാൽ അബ്രഹാം പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുകയാണോ കുടുംബം ശിഥിലമാകാൻ പോയാണ്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അബ്രഹാമിന്റെ ഭാര്യ സാറ അബ്രഹാമിനെ കൊണ്ട് ദാസിയെ പ്രാപിക്കാൻ പറയുന്നു. ആ സാറ തന്നെ പിന്നീട് അബ്രഹാമിനോട് കയർത്ത് സംസാരിക്കുകയാണ്. നമ്മളാണെങ്കിൽ എന്തു പറയും? നീ പറഞ്ഞിട്ടല്ലേ ഞാനത് ചെയ്തത്. നമ്മളാണെങ്കിൽ മറുത്ത് കയർക്കും, മർദ്ദലിക്കും, പ്രശ്നം ഉണ്ടാക്കും. കാരണം നീ പറഞ്ഞിട്ടാണ് ഞാൻ പാപം ചെയ്തത്. അബ്രഹാമിന് മനസ്സിലായി സാറായുടെയും അബ്രഹാമിൻ്റെയും കുടുംബബന്ധം തകരാൻ പോയാണെന്ന്. നിശബ്ദമായി നിന്നിട്ട് സാറ അബ്രഹാമിനെതിരെ കുറ്റം ആരോപിച്ചപ്പോഴും അബ്രഹാം സാറായിക്കെതിരെ കുറ്റം ആരോപിക്കാതെ വിട്ടുകൊടുക്കുകയാണ്. നീ ഇഷ്ടമുള്ളതുപോലെ ചെയ്യുക, നീ ഇഷ്ടമുള്ളതുപോലെ ചെയ്യുക, നീ പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തതെന്ന് അബ്രഹാം ന്യായീകരിക്കാതെ അബ്രഹാമിന് പറ്റിയ തെറ്റ് അബ്രഹാമിന് മനസ്സിലാക്കിയിട്ട് അബ്രഹാം കരം വിരിക്കുകയാണ്. ദൈവമേ, കുടുംബം തകർന്നു പോകാൻ പോകുന്നത്. ഇത് തിരിച്ചറിഞ്ഞത് അപൂർവം ചില വ്യക്തികളാണെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ, ഈ പഴയ നിയമത്തിൽ. ഇതുപോലെ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം, നമ്മൾ തിരിച്ചറിയണം. അതാണ് ജോഷുവ പറഞ്ഞത്, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ജോഷുവ പ്രഖ്യാപിക്കുകയാണ്. ജനം മുഴുവൻ, എല്ലാ കുടുംബങ്ങളും കർത്താവിനെ വിട്ട് അന്യദേവന്മാരെ അനുഗമിച്ച് നിത്യനാശത്തിലേക്ക് പോകുമ്പോൾ ജോഷുവ ചടകുടഞ്ഞെഴുന്നേറ്റിട്ട് ജോഷുവ പറയുകയാണ്, ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കത്തോളൂ, ഞാൻ എൻ്റെ കർത്താവിനെ സേവിക്കത്തോളൂ, ഞാൻ മാത്രമല്ല ഞാനും എൻ്റെ കുടുംബവും. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ബലി കൊടുക്കണം. നമ്മുടെ ജീവിതം ഒന്നായി തീരുകയാണ്. തിരിച്ചു പിടിക്കണം. പിശാചിന്റെ ആധിപത്യത്തെയും അധികാരത്തെയും എന്നേക്കുമായി തകർക്കുവാനായിട്ടാണ് നമ്മളെ ഭാര്യയും ഭർത്താവുമായി ഒന്നിച്ച് ചേർത്തത് ദൈവമായ കർത്താവ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ ദൈവത്തിൻ്റെ സ്വപ്നം താറുമാറാക്കിയ പിശാചിന്റെ ആധിപത്യം തകർക്കാൻ വേണ്ടി,
അതായത് ഒരു സ്ത്രീയിലൂടെയും ഒരു പുരുഷനിലൂടെയും തകർന്നു പോയ കുടുംബ ബന്ധത്തെ തിരിച്ചു പിടിക്കുവാൻ വേണ്ടി മറിയം എന്ന ഒരു പെൺകുട്ടിയെ, ഒരു യുവതിയെ തിരഞ്ഞെടുത്ത്, ജോസഫ് എന്ന ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തുകൊണ്ട് പിശാചിന്റെ ആധിപത്യത്തെ അവിടെ എന്നേക്കുമായി തകർത്തു യേശുവിലൂടെ. ഒരു സ്ത്രീക്ക് നല്ലൊരു കുടുംബജീവിതം നയിക്കണമെങ്കിലും ഒരു കുടുംബത്തെ ദൈവത്തിന്റെ സ്വപ്നത്തിനൊത്ത് പടുത്തുയർത്തണമെങ്കിൽ മറിയത്തിലൂടെ മാത്രമേ പറ്റുള്ളൂ. പരിശുദ്ധ അമ്മയിലൂടെ മാത്രമേ ഏതൊരു സ്ത്രീക്കും നല്ലൊരു കുടുംബജീവിതം ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ പ്രിയപ്പെട്ടവരെ. കാരണം എന്താ? ഉൽപ്പത്തിയിൽ താൻ ചെയ്ത തെറ്റ് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ അംഗീകരിക്കാതെ സ്വയം നീതീകരിച്ചുകൊണ്ട് പഴിചാരിയ ഹവ്വായിലൂടെ വന്ന തകർച്ച പരിഹരിക്കാൻ വേണ്ടി പരിശുദ്ധ മറിയം നിശബ്ദമായി കടന്നുപോയാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായ പരിശുദ്ധ മറിയത്തിനറിയാം പിതാവിൻ്റെ പദ്ധതിയോട് ചേർന്ന് രക്ഷാകര രഹസ്യം പൂർത്തിയാക്കേണ്ട ഒരു ദൗത്യം ഏറ്റെടുത്ത വ്യക്തിയാണെന്ന്. എന്നാൽ ജോസഫ് രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ പോയിട്ടും ജോസഫിനോട്, അതായത് ഔസേപ്പിതാവിനോട് മറിയം ഒരിക്കലും പറഞ്ഞില്ല, ഔസേപ്പിതാവേ, ഞാൻ പരിശുദ്ധാത്മാവിലാലാണ് ഗർഭിണി ആയതെന്ന് സ്വയം നീതീകരിച്ചില്ല. നിശബ്ദതയോടെ കടന്നുപോയി. നിശബ്ദതയിലൂടെയാണ് പരിശുദ്ധ അമ്മ കടന്നുപോയത്. പഴി പറയാതെ, പഴി ചാരാതെ, കുറ്റപ്പെടുത്താതെ ദൈവകരങ്ങളിൽ നിന്നും ആ തെറ്റിദ്ധാരണകളും ആ അവഹേളനകളും ആ ഒറ്റപ്പെടലുകളും മറിയം ഏറ്റെടുത്ത് പിശാചിന്റെ ആധിപത്യം എന്നേക്കുമായി തകർത്തു. എന്നെ കേൾക്കുന്ന അല്ലയോ സഹോദരി, കുടുംബജീവിതം നയിക്കുന്ന സഹോദരി, നീ നിന്റെ വീട്ടുകാരെ വിടണം. നിന്റെ വീട്ടുകാരുമായിട്ടുള്ള പിടുത്തം വിടണം. നിന്റെ ഭർത്താവുമായി നീ ചേർന്ന് ദൈവത്തിൻ്റെ പദ്ധതിയിൽ നീ പങ്കുകാരിയാകണം. എന്തെന്നാൽ നിനക്ക് പഴി പറയുവാനോ പഴി ചാരുവാനോ അവകാശമില്ല. മറിച്ച് നിന്റെ സങ്കടങ്ങൾ പറയാം, വേദനകൾ പങ്കുവെക്കാം. കൈ ചൂണ്ടാൻ അവകാശമില്ല. കൈ ചൂണ്ടിയത് ആ ഹവ്വ എന്ന ഒരു സ്ത്രീയിലൂടെയാണ്. പിശാചിന്റെ ആധിപത്യത്തെ നിനക്ക് തകർക്കണോ? ലോകത്തിൽ ഉത്തമമായ ഒരു ഭാര്യയായി, ഉത്തമമായ ഒരു അമ്മയായി, ഉത്തമമായ ഒരു സ്ത്രീയായി നിനക്ക് മാറണമെങ്കിൽ കൃപ വേണം. കൃപ വേണമെങ്കിൽ മറിയത്തിൻ്റെ ഹൃദയത്തോട് നീ ചേർന്ന് നിൽക്കണം. 2, ഏതൊരു പുരുഷനും തൻ്റെ ഭാര്യയോട് ചേരണമെങ്കിൽ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേർന്ന് ഈ പറഞ്ഞ 4 തലങ്ങളെയും ഒന്നിച്ചു ചേർത്ത് ഒരു നല്ല കുടുംബജീവിതം പരിപോഷിപ്പിക്കപ്പെടണമെങ്കിൽ, പടുത്തുയർത്തണമെങ്കിൽ ഔസേപ്പിതാവിൻ്റെ മാതൃക സ്വീകരിക്കണം. എന്താണ് ഔസേപ്പിതാവിൻ്റെ മാതൃക? ഔസേപ്പിതാവിന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു, ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. സ്വർഗത്തിന്റെ ദർശനം ഔസേപ്പിതാവിന് ലഭിച്ചതിന് ശേഷം പിന്നീട് നമ്മളൊന്ന് നോക്കിയ പ്രിയപ്പെട്ടവരെ, ചിന്തയിൽ പോലും മറിയത്തെ സംശയിച്ചിട്ടില്ല. 2, മറിയത്തെ സംരക്ഷിക്കുന്ന സംരക്ഷകനായി കൂടെ നടക്കുകയാണ്. എന്ന് വെച്ചാൽ നാട്ടിൽ ആരെങ്കിലും തൻ്റെ ഭാര്യയെക്കുറിച്ച് ഇല്ലാവാചകങ്ങൾ പറയുമ്പോൾ, കുറ്റങ്ങൾ കുറവുകൾ വിമർശിക്കുമ്പോൾ ഔസേപ്പിതാവിൻ്റെ മനസ്സിനോട് ചേർന്ന്, ഔസേപ്പിതാവിൻ്റെ മനോഭാവത്തോട് ചേർന്ന് നട്ടല് വിരിച്ച് പറയാൻ സാധിക്കണം പ്രിയപ്പെട്ടവരെ. എന്നിട്ട് എന്ത് ചെയ്യണം? നീ സംരക്ഷിക്കണം, സംരക്ഷകനായി മാറണം. അപ്പോൾ മാത്രമേ സ്വർഗത്തിനിണങ്ങിയ ഒരു കുടുംബസ്ഥനാകാൻ പറ്റുള്ളൂ. അപ്പോൾ മാത്രമേ സ്വർഗം നിന്നിൽ കാണുന്ന ഒരു കുടുംബജീവിതം നിന്നിലൂടെ പടുത്തുയർത്താൻ പറ്റുകയുള്ളൂ. ഔസേപ്പിതാവ് എങ്ങനെയാണോ ഒരു പരിശുദ്ധ അമ്മേനെ സംരക്ഷിച്ചത്, ഔസേപ്പിതാവിൻ്റെ ഹൃദയത്തിലും ഒത്തിരി ആകുലതകളും ഒത്തിരി വേദനകളും ഒരുപാട് സങ്കടങ്ങളും പെയ്തിറങ്ങിയായിരുന്നു. അതുകൊണ്ടാണ് മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ വേണ്ടി തീരുമാനിച്ചത്. എന്നാൽ സ്വർഗം ഔസേപ്പിതാവിന് വെളിപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് രണ്ടാമത് പിന്നൊന്നും ചിന്തിച്ചില്ല. ഞാൻ എൻ്റെ ഭാര്യയുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയേണ്ടത് ഗൾഫിലായിരുന്നോട്ടെ, ലോകത്തിൽ എവിടെയായിരുന്നോട്ടെ, കൂട്ടുകാർ പറഞ്ഞിട്ടല്ല, നാട്ടുകാർ പറഞ്ഞിട്ടല്ല. എൻ്റെ ഭാര്യയെ ഞാൻ മനസ്സിലാക്കേണ്ടത്, എൻ്റെ ഭാര്യയെ ചേർത്ത് പിടിക്കേണ്ടത്, എൻ്റെ ഭാര്യയെ സംരക്ഷിക്കേണ്ടത് മറ്റാരും പറഞ്ഞിട്ടല്ല, ദൈവം പറഞ്ഞിട്ടാണ്. ദൈവത്തോട് ചോദിക്കുക, ദൈവത്തിൻ്റെ മനസ്സറിയുക. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ,
നമ്മൾ കുടുംബത്തിൻ്റെ 4 തലങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചത്. 4 തലങ്ങൾ. 1 ഭാര്യ ഭർത്ത ബന്ധം, 2 സാഹോദര്യ ബന്ധം, 3 മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, 4 2 കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം. നമ്മൾ തുടർന്നും കുടുംബത്തിൻ്റെ ക്ലാസ്സുകളിലൂടെ വാക്യം നമ്മൾ കേൾക്കും. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക്, ഇത് ഹൃദയത്തിലേക്ക് ഇത് വഹിച്ചുകൊണ്ട് ഈ ഭൂമിയിലെ ചെറിയൊരു ജീവിതത്തിലെ സ്നേഹിക്കാൻ മത്സരിക്കാം, ചേർത്ത് പിടിക്കാൻ, മുറിച്ചു കളയാൻ ഒരു നിമിഷം, ചേർത്ത് പിടിക്കാൻ ഒരായുസ് വില കൊടുക്കേണ്ടി വരും. ആർക്ക് വേണമെങ്കിലും മുറിക്കാം, പക്ഷേ ചേർത്ത് കൊണ്ടു നടക്കാൻ നിനക്കേ പറ്റത്തുള്ളൂ, നിനക്ക് മാത്രമേ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവ് അതിന് നമ്മളെ സഹായിക്കട്ടെ. പ്രിയ കർത്താവേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകല കുടുംബങ്ങളെയും സ്വർഗീയ കുടുംബങ്ങളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.